ഹായ്, ഹാപ്പി ഈസ്റ്റർ ടു ഓൾ. എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കല്ലേ. ഞങ്ങളുടെ ഇന്നത്തെ ദുബായിലെ ഈസ്റ്റർ എന്താണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു അച്ചായൻ സദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സദ്യയും കൂടി ഉണ്ട്. സോ അതും കൂടെ ട്രൈ ചെയ്യണം. അപ്പം ഞാൻ റെഡിയപ്പായി. അബി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ബൈ. ഇത്തവണ ഈസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഈസ്റ്ററും കൂടിയാണ്. ഇവിടുന്ന് കരാമലോട്ട് ഒരു 35 മിനിറ്റ്സോളം ഉണ്ട്. സോ വി ആർ ഗോയിങ് there. കുക്കിങ്ങിനെ പറ്റി വലിയ വശമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കരാമയിലുള്ള ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ പോകുന്ന വഴിയാണ് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ കരാമ എത്താറായിട്ടുണ്ട്. അച്ചായൻ സദ്യ കഴിക്കാനുള്ള അതിയായ ആഗ്രഹമായിരുന്നു. കാരണം നന്നായിട്ടുള്ള ഐറ്റംസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഐ വാണ്ട് ടു ട്രൈ. ഇപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ use the left 3 lanes to stay to the left to D73 West in direction of Bur Dubai. മാപ്പാണ്. അപ്പോൾ അച്ചായൻ സദ്യ Stay to the left to D73 West in direction of Bur Dubai. ഓക്കെ. അച്ചായൻ സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണസദ്യ പോലെ തന്നെ ഈസ്റ്ററിന് സ്പെഷ്യൽ ആയിട്ട് അവർ ചെയ്യുന്ന ഒരു അടിപൊളി 8 kilometers. Turn right on D86 Al Mustaqbal Street. മാപ്പ. അപ്പോൾ അച്ചായൻ സദ്യയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 ഡിഷിന് മേലെ ഉണ്ടായിരിക്കും. ഒരു അടിപൊളിയായിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് എന്തായാലും പറയാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം നമ്മൾ ഓണത്തിനൊക്കെ സദ്യ കഴിക്കുന്ന പോലെ തന്നെ അവർ പേരിട്ടേക്കുന്നത് അച്ചായൻ സദ്യ. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ദുബായിലെ എൻ്റെ ഈസ്റ്റർ ആഘോഷം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം. അവരായിട്ട് ഒരു ഔട്ടിംഗ് എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു 9:30 ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ചെറുതായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മ അത് കഴിച്ചില്ല, പക്ഷെ ഞാൻ കഴിച്ചു. ഇടിയപ്പവും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നായിട്ട് പ്രിപ്പറേഷൻ എന്നൊക്കെ വേണ്ടിയിട്ട് ഒരു ഇടിയപ്പം കഴിച്ച് നിർത്തി. അച്ചായൻ സദ്യയിൽ ഡെക്ക് റോസ്റ്റ്, പിന്നെന്താ മീൻകറിയൊക്കെ ഉണ്ട്. എനിക്ക് മീൻകറി അത്ര ഇഷ്ടമല്ല, പക്ഷേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ നടുക്കിലുള്ള സാധനം മുകളിലോട്ട് പോകും ചെയ്യും, താഴോട്ട് വരും ചെയ്യും. ആ സെൻറ്ററിലൊക്കെ ഇതിപ്പോൾ റീസെൻ്റ്ലി വന്ന ഒരു ബിൽഡിംഗ് ആണ്. റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു 1 year ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അച്ചായൻ സദ്യക്ക് വരാം. ഇങ്ങനെ ഞാൻ കുക്ക് ചെയ്ത് എന്തായാലും അത്ര ടേസ്റ്റ് ഒന്നും ആവാറായിട്ടില്ല. അതായത് ഞാൻ ടേസ്റ്റ് ആക്കും. അത്യാവശ്യം വെജിറ്റബിൾ കറിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. വെജിറ്റേറിയൻ, നോൺ വെജിന് ചില സമയത്തൊക്കെ ചിക്കൻ കറി വെക്കുമ്പോൾ ഒരു വികാരം ഉണ്ടാവാറില്ല. പക്ഷെ അബിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ചിലപ്പോൾ എനിക്ക് വിഷമാവാണ്ടിരിക്കാൻ പറയാതായിരിക്കും. ആണോ? അല്ല, ശരിക്കും നല്ലതായിരിക്കും. ഞാൻ കറിയൊക്കെ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഒരു പണി ഞാൻ എടുക്കാറില്ല. പക്ഷേ ഓക്കെ കേട്ടോ, ദിസ് ഇസ് ലൈഫ്. എന്താ ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരാമയിൽ ഒത്തിരി റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഒത്തിരി സ്ഥലത്തൊക്കെ അവർ ഇങ്ങനെ അച്ചായൻ സദ്യ പോലത്തെ ഓരോരോ പേരിലാണ് ഓരോന്ന് ഇതാക്കുന്നത്. ഇപ്രാവശ്യം ട്രൈ ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോയി ഫസ്റ്റ് ഞങ്ങൾ കഴിക്കുന്നത് ബിരിയാണി. എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ വെറൈറ്റി ഐറ്റംസ് ഒന്നും അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാറില്ല. പക്ഷേ ഇപ്രാവശ്യം ട്രൈ ചെയ്യണം. നമ്മൾ ദുബായിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ 2 ബ്രദറിൻലോ ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ അവരെ ഒക്കെ പോയി കാണണം ഞങ്ങൾക്ക്. എന്നിട്ട് വേണം നമുക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ട് പുറത്ത് പോകാം. പക്ഷെ നാളെ ജോലിക്ക് പോകാനുള്ള ഒരു മടി ഇപ്പം തൊട്ടേ വന്നു തുടങ്ങിയിട്ടുണ്ട്. നാളെ ചിന്തിച്ചാൽ മതി, പക്ഷെ ഞാൻ ഇന്ന് ചിന്തിക്കും. 2 ദിവസം കിട്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിരുന്നു. ഇന്നലെ മൊത്തം ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നോക്കാം. വെയില് പറ്റില്ല എനിക്ക്. നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് എടുക്കാൻ വന്നിട്ടുള്ള റെസ്റ്റോറൻറ്റ് നെയിമാണ് ടിഫി. ടിഫിയിൽ 2 ഉണ്ട് കേട്ടോ. മലബാർ പ്ലേറ്റും ഉണ്ട്, ടിഫി ഉണ്ട്. അത് രണ്ടും ഒരു റെസ്റ്റോറൻറ്റിൻ്റെയാണ്. ആദ്യം ബ്രെഡ് വന്നു, പിന്നെ അപ്പം വന്നു, പിന്നെ പപ്പടം, പഴം, പിന്നെ കട്ട്ലേറ്റും സാലഡും മിക്സ് ചെയ്തിട്ട്, പിന്നെ ചോറ്, കപ്പയും മീൻകറിയും, ഒത്തിരി വിഭവങ്ങളുണ്ടായിരുന്നു. അവിയലുണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു, പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ 65 ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഐറ്റംസ് ഉണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ അപ്പവും ചിക്കൻ കറിയാണ്. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. വീണ്ടും കഴിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളത് എൻ്റെ ഒരു വിശപ്പില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. ഒരുവിധം കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ചോദിച്ചാൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിലൊക്കെ അവർ തരുന്നുണ്ട്. അവരുടെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് കേട്ടോ. ലാസ്റ്റായിട്ട് അവർ ട്രൈ ചെയ്തതാണ് പഴവും തേനും വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഓരോരുത്തരായി വന്നു തുടങ്ങി. ഇത് അഖിൽ ചേട്ടൻ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് അബുദാബിയിൽ പോണേ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതിനുശേഷം അവർ ഓരോരുത്തരായിട്ട് വന്നു. ഇത് ഷെറി, എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. ഇപ്പം അവൾ കരാമയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് ആകാശ്. അപ്പോൾ നമ്മൾ 5 പേരും കൂടിയിട്ടാണ് അബുദാബിയിലോട്ട് പോകുന്നത്. ഒടുക്കത്തെ വെയിലായിരുന്നു. അപ്പോൾ വെയിലൊന്നും നമുക്കൊരു വിഷയമല്ല, എന്നാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. This is Kashi. ബാക്കിൽ വരുന്നത് എൻ്റെ ഹസ്ബൻഡ്.
നമുക്ക് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ കാണാൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സംഭവമാണ് ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഷെയ്ഖ് സായിദ് റോഡിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നത്. നമ്മളപ്പോൾ അബുദാബിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ പബ്ബിൽ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തു. പിന്നെ വാട്ടർ, എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാൻ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാട്ടോ എല്ലാവരും കാണുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചധികം ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ചർച്ചാ വിഷയം വാറായിരുന്നു. ഇന്നത്തെ വാർ എങ്ങനെയാണ് നടന്നത്, ഇസ്രായേലും ഇറാനുമായിട്ട് എന്തൊക്കെ പ്രശ്നം, അതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ ടോപ്പിക്ക്. അങ്ങനെ വെള്ളം എടുത്തു. പിന്നെ ഞാനൊരു ചോക്ലേറ്റ് എടുത്തു. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റാണ് കേട്ടോ, ഗാലക്സി. പിന്നെ ഇവിടുത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം, നമുക്ക് അവിടെ നിന്ന് തന്നെ കോഫിയൊക്കെ വാങ്ങിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇരിക്കാൻ പറ്റിയൊരു പ്ലേസും കൂടെ അവിടെ ഉണ്ട്. പിന്നെ ഷെറി കുറച്ച് അതർ ഐറ്റംസൊക്കെ നോക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ സെൽഫ് ചെക്കൗട്ടാണ് നടത്തിയത്. അവിടെ കൗണ്ടറിൽ കുറച്ചധികം റഷ് ഉണ്ടായിരുന്നു. ഇവിടെ ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അധികം റഷൊന്നും ഈ സെൽഫ് ചെക്കൗട്ട് ചെയ്യുന്ന മെഷീൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം വാങ്ങിച്ച് പോവാണ്. ഫസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്യുന്ന ടൈമിൽ ആ വാട്ടർ സ്കാൻ ആയില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ഒരു കാർഡൊക്കെ വെച്ചിട്ട് വീണ്ടും സ്കാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ നമ്മൾ അന്താക്ഷരി കളിക്കാൻ തന്നെ പറയാം. നമ്മൾ മെയിൻ അക്ഷരം കായായിരുന്നു. കാ വെച്ചിട്ട് തന്നെ തുടങ്ങാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. വളരെ എൻജോയ് ചെയ്ത ഒരു റോഡ് ട്രിപ്പായിരുന്നു. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ എന്ത് രസമായിരുന്നു എന്നറിയോ. നമുക്ക് പാട്ടൊന്നും അങ്ങനെ പാടാനറിയില്ല കൂട്ടത്തിലാർക്കും. പക്ഷെ നമ്മൾ മാക്സിമം അതൊരു എൻജോയ്മെൻറ്റിലൂടെ കൊണ്ടുപോകാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ കാണാൻ പോകുന്ന ഒരു ഏരിയ എത്തി. ഇത് അബുദാബിയിലുള്ള അൽഗുറം വാക്ക് വേ എന്നൊക്കെ പറയും കേട്ടോ. ഒരാളെ നീ റോസ്റ്റ് ചെയ്യണം, ഒരാളെ നീ കൊല്ലണം, ഒരാളെ നീ രക്ഷിക്കണം. ലാസ്റ്റ് എന്തായിരുന്നു? റോസ്റ്റ് ഡിഗ്രേഡ് വന്നിട്ടുണ്ട്. നാലാമത്തെ മറന്നുപോയി. ഇപ്പം ഈ കേട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറി കൊടുത്തതും ട്രൂത്ത് ഓർ ഡയർ ഒക്കെ കളിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. കാരണം കാ വെച്ചിട്ട് പാട്ട് നമ്മൾ അബുദാബി എത്തണ വരെ ഓരോരുത്തർ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ ട്രൂത്ത് ഓർ ഡയറൊക്കെ അവർക്ക് കൊടുത്തവരെ ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാക്ക് വേ ആണ് കേട്ടോ അബുദാബിയിലെ. എന്ത് രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു വാട്ടറാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാശി കൊടുത്ത ഡയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുപ്പി വെച്ചിട്ട് ആ പോസ്റ്റ് തൊട്ടിട്ട് അറ്റത്തെ പോസ്റ്റ് വരെ നടക്കണം എന്നായിരുന്നു. ആദ്യം അവൻ അതൊക്കെ ചെയ്തു. വളരെ വൃത്തിക്കാട്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ പിള്ളേർ കാണിക്കുന്നതെന്ന് വെച്ചിട്ട്. കൂടാതെ അവിടെ പട്ടം പറപ്പിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വളരെ കാമായിട്ടുള്ള ഒരു പ്ലേസ്. നമുക്ക് അവിടെ ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനും കുറേ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി അവിടെ ഇരുന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ എന്താ പറയുക, കാം പ്ലേസിൽ ഇരുന്ന് പെയിൻറ്റ് ചെയ്യണ എത്ര പേരൊക്കെ ഉണ്ടെന്നറിയോ. നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടി വരയ്ക്കുന്ന പെയിൻറ്റിങ് കണ്ടുകൊണ്ടേയിരുന്നു. ആ വാക്ക് വേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ആ വാക്ക് വേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല ഹരിതാപവും പച്ചപ്പും ഊഷ്മളതയൊക്കെയുള്ള ഒരു ഹിഡൻ ലൊക്കേഷനിലാണ് നമ്മളിപ്പം. ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ നമ്മുടെ നാട്ടിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞങ്ങളുടെ ചാലക്കുടിയിൽ ഇതേപോലെ സ്ഥലം ആ സൈഡിൽ ഇങ്ങനെയാണ്. ഞങ്ങളുടെ നാട് വഴിയിലൊക്കെ ഇങ്ങനെയാണ് സൈഡിൽ ചെടിയൊക്കെ വന്നിട്ട്. ചാലക്കുടിയിൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ചാലക്കുടിയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്ക് ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെങ്കിൽ. അബുദാബിയിൽ ഇങ്ങനത്തെ സ്ഥലമല്ല, മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. ഇവരെന്നെ കുറ്റിപ്പോയി. ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയായിരുന്നു. അവരൊക്കെ ഭയങ്കര ആസ്വദിച്ചിട്ട് നടക്കുന്ന ഒരു റോഡാണ് കേട്ടോ ഇത്. ഇതൊരു 3 കിലോമീറ്ററോളം അങ്ങോട്ട് ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിട്ട്. 3 കിലോമീറ്റർ ആണോ 1.5 കിലോമീറ്റർ ആണോ സംതിങ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇതങ്ങോട്ട് കുറച്ചധികം ഉണ്ട്. നല്ല രസമാണ്. നമ്മളപ്പോൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളവിടെ എത്തിയത് ഒരു 3:30 സംതിങ്ങിനാണ് ദുബായിൽ നിന്ന് അവിടെ എത്തിയത്. അപ്പോൾ ഒരു സൺസെറ്റൊക്കെ കാണാൻ പറ്റി.
ആയിരുന്നു. നമ്മളൊരു അടിപൊളി സൺസെറ്റും കണ്ട് നമ്മൾ പാർക്കിൽ അവിടെ ഇരുന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം നമ്മൾ കുറച്ച് റീൽസൊക്കെ റീൽസൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ക്യൂട്ട് മെമ്മറി അല്ലേ, നമുക്ക് എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ക്യൂട്ട് മെമ്മറി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഈസ്റ്റർ വളരെയധികം അടിപൊളിയായിരുന്നു. നമ്മൾ ഫുഡെല്ലാം ഒരുമിച്ച് കഴിക്കാനുള്ള പ്ലാനായിരുന്നു നൈറ്റിൽ. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടും കൂടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ വാക്ക് വേയുടെ അവിടെ ഇരുന്നിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇത്തവണത്തെ ഈസ്റ്റർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉണ്ടായി. ഞങ്ങൾക്കൊരു മെമ്മറി ആക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.